റമോ വന്ന സ്ഥിതിക്ക് പിറന്നാൾ ആഘോഷം അടിച്ചു പൊളിക്കാം. ഞാനെല്ലാം പൊളിച്ചു തരാം. അമ്മ അടുക്കളയിലായിരിക്കും. നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ. നിങ്ങൾ സംസാരിക്ക്, എനിക്ക് കുറച്ചു പണിയുണ്ട്. എന്തോ ഒരു അവിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, എന്താ അത്? അത് ആ അലമ്പ് രവിയുടെ വാസനയാണ്. അവൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അവന്മാർക്ക് മനസ്സിലായി. ഇതാ തന്നോട് വല്ലപ്പോഴെങ്കിലും കുളിക്കണമെന്ന് ഞാൻ പറയുന്നേ. ഇനി അവന്മാർക്കുള്ള പണി കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. എന്നാ വേഗം നോക്ക്. ഇത് വക്രാളിപ്പൊടി ഞാൻ വരുന്ന വഴിക്ക് ഒപ്പിച്ചതാ. ഇത് സൂത്രത്തിൽ ആ ബിരിയാണിയിൽ കലർത്തണം. പിന്നെ അവന്മാർക്ക് കക്കൂസിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല. വയറിളകി മറിഞ്ഞൊരു പരിവത്തിലാകും. ഇത് കൊള്ളാലോ. ഈ ഗുണ്ടരവിയുടെ പ്രതികാരം എന്താണെന്ന് അവന്മാർ മനസ്സിലാക്കണം. ഡാ വാസു, നിന്റെ അടപ്പ് ഞാൻ ഊരും. ഓഹോ, ഇതായിരുന്നോ പരിപാടി? ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. നമ്മൾ മാന്യന്മാരെ പോലെ വീട്ടിനകത്തേക്ക് കയറി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണം. അവർക്ക് തോന്നണം നമ്മുടെ ശത്രുതയൊക്കെ മാറിയെന്ന്. പിന്നെ സൂത്രത്തിൽ അടുക്കളയിൽ പോയി പണി പറ്റിക്കാം. എന്നാലും എന്റെ രവി, താൻ വിചാരിച്ചതുപോലല്ലോ. മന്ദബുദ്ധിയല്ല. നിന്റെ തലയിലും ആൾതാമസമുണ്ട്. വാസുചേട്ടാ, വാസുചേട്ടാ. ഇതെന്താ? ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. നിങ്ങൾക്ക് വീട് മാറിപ്പോയോ? അയ്യോ, ഞങ്ങൾ അഭിമോനോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നതാ. ശരി ശരി. അലമ്പന്മാരാണേലും എന്റെ വീട്ടിലേക്ക് വന്നതല്ലേ, അകത്തേക്ക് വാ. മോനെ, മനസ്സിൽ ജിലേബി കത്തി. ഇവന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത യമണ്ടനൊരു പണി കൊടുക്കണം. അതിനാദ്യം ലെവന്റെ പോക്കറ്റിലുള്ള വയറിളക്കുന്ന പൊടി കൈക്കലാക്കണം. സുഗു, ആദ്യം നമുക്ക് ഓരോ ബിരിയാണി തട്ടാം. എന്നിട്ട് കൈ കഴുകുന്ന സമയത്ത് സൂത്രമൊപ്പിക്കാം. ശരി. നിങ്ങൾ എന്തായി പറയുന്നത്? അത് പിന്നെ അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ആദ്യം അതിഥികൾക്ക്, പിന്നെ വീട്ടുകാർക്ക്. അങ്ങനെയാണല്ലോ പതിവ്. രണ്ടെണ്ണും എന്തോ ഉടായ്പും കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്ത് ധൈര്യത്തിലാണാവോ അച്ഛൻ അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചത്. ഒന്ന് ചോദിച്ചു നോക്കാം. അച്ഛാ, എന്തൊക്കെയാണ് ഈ കാണുന്നത്? നല്ലൊരു ദിവസമായിട്ട് ഈ അലമ്പന്മാരെ എന്തിനാ അകത്തേക്ക് വിളിച്ചത്? അവന്മാരുടെ സ്വഭാവം അച്ഛൻ അറിയുന്നതല്ലേ. മോനെ, റമോ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ പേടിക്കേണ്ടതില്ല. അവർ വല്ല ഉടായ്പും കൊണ്ട് വന്നതാണേൽ തന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പോരട്ടെ, ബിരിയാണി പോരട്ടെ. ചേച്ചി, ഞാൻ കൊടുക്കാം.